ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു കാത്തോ സ്പേസി ബുള്ളറ്റ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോട്ടിൻ്റെ 10ാമത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ 10 ക്ലാസ് കഴിയുന്നു. 100 ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് റിവിഷൻ എക്സാം നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നടത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ നാളത്തെ ഒരു ദിവസം മുഴുവൻ ഈ 100 ചോദ്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് മറ്റന്നാൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ റിവിഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒരുങ്ങുക കേട്ടോ. അപ്പോൾ നാളെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, നന്നായി പഠിക്കാനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സ്കൂളുകളുടെ നവീകരണത്തിനായി ആരംഭിച്ച PM ശ്രീ പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ സ്കൂളുകളുടെ എണ്ണം 32 സ്കൂളുകളാണ്. അപ്പോൾ PM ശ്രീ യോജന എന്നുള്ളത് ഇന്ത്യയിലെ സ്കൂളുകളുടെ നവീകരണത്തിനായിട്ട് ആരംഭിച്ച കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് കേട്ടോ, PM ശ്രീ എന്നുള്ളത്. അപ്പോൾ അതിൽ കേരളത്തിൽ നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള സ്കൂളുകളുടെ എണ്ണം 32 സ്കൂളുകളാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, രണ്ടും ശ്രദ്ധിക്കുക. ഈ രണ്ടാമത്തെ ചോദ്യമാണ്, ആദിവാസികളുടെ ക്ഷേമത്തിനായുള്ള പുതിയ പദ്ധതിയാണ് PM ജൻമാൻ. ഓക്കെ, PM ജൻമാൻ എന്നുള്ളത് ആദിവാസികളുടെ ക്ഷേമത്തിനായിട്ട് ഒരു പുതിയ പദ്ധതി ഇറക്കിയിട്ടുള്ളതാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, തുർക്കി ഭൂകമ്പ ബാധിത മേഖലകളിലേക്ക് ഇന്ത്യ നടത്തിയ സന്നദ്ധ നീക്കത്തിന് നൽകിയ പേര് ഓപ്പറേഷൻ ദോസ്തി എന്നാണ്. തുർക്കി ഭൂകമ്പ ബാധിത മേഖലകളിലേക്ക് ഇന്ത്യ നടത്തിയ സന്നദ്ധ നീക്കം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ ദോസ്തി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഓപ്പറേഷൻ ആഗ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ ദേവി ശക്തി, അങ്ങനെ ഒരുപാട് ഓപ്പറേഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വയ്ക്കുക. ഓപ്പറേഷൻ ദോസ്തി എന്താണ്? തുർക്കിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ഇനി നാലാമത്തെ ചോദ്യം എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയത്. ISROയുടെ 10ാമത് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? S സോമനാഥാണ്. ഓക്കെ, അദ്ദേഹം 10ാമത് ചെയർമാനാണ് കേട്ടോ ISROയുടെ. ഇനി അഞ്ചാമത്തെ ചോദ്യമാണ്, ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി ISRO അവതരിപ്പിച്ച വെർച്വൽ സ്പേസ് മ്യൂസിയം സ്പാർക്കാണ്. ഓക്കെ, എന്താണ്? ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായിട്ട് ISRO അവതരിപ്പിച്ച ഒരു വെർച്വൽ സ്പേസ് മ്യൂസിയമാണ് സ്പാർക്ക്. ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, 2023 ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഫിലിം ഓഫ് ദ ഇയർ പുരസ്കാരം നേടിയത് ഏത് ചലച്ചിത്രമാണ്? RRR. ഓക്കെ, RRR എന്ന സിനിമയ്ക്കാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിൽ ഫിലിം ഓഫ് ദ ഇയർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ 7th ക്വസ്റ്റ്യൻ, ചാറ്റ് GPT എന്ന ചാറ്റ് ബോട്ട് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഓപ്പൺ AI ആണ്. ഓക്കെ, ഓപ്പൺ AI ആണ് ചാറ്റ് GPT എന്ന ചാറ്റ് ബോട്ട് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. 8th ക്വസ്റ്റ്യൻ, ചാറ്റ് GPTക്ക് സമാനമായി ഗൂഗിൾ അവതരിപ്പിക്കുന്ന ചാറ്റ് ബോട്ടാണ് ബാർഡ്, BARD. ഓക്കെ, ചാറ്റ് GPTക്ക് സമാനമായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ബാർഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. 9th ക്വസ്റ്റ്യൻ, ഗുണ്ടകളെയും സ്ഥിരം കുറ്റവാളികളെയും നിയന്ത്രിക്കുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. ഓപ്പറേഷൻ ആഗ് എന്താണ്? ഗുണ്ടകളെയും സ്ഥിരം കുറ്റവാളികളെയും നിയന്ത്രിക്കുന്നതിന് കേരള പോലീസ് രൂപം നൽകിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ആഗ്. ദെൻ ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ചോദ്യമാണ്, 2023-24 കേന്ദ്ര ബജറ്റ് പ്രഖ്യാപന പ്രകാരം 2047 ആകുമ്പോഴേക്കും നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യമിടുന്ന രോഗം അരിവാൾ രോഗമാണ്, സിക്കിൾ സെൽ അനീമിയ. ഓക്കെ, സിക്കിൾ സെൽ അനീമിയ എന്നറിയപ്പെടുന്ന അരിവാൾ രോഗത്തിനെയാണ് 2047 ആകുമ്പോഴേക്കും നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് കേന്ദ്ര സർക്കാർ അവരുടെ ബജറ്റ് പ്രഖ്യാപനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ചിലപ്പോൾ വർഷം എടുത്ത് ചോദിക്കാം, ഏത് വർഷത്തിനുള്ളിലാണ് ഇത് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഈ സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യമിടുന്നത് ബജറ്റ് പ്രകാരം എന്ന് ചോദിച്ചാൽ ഏതാണ്? 2047. ഓക്കെ, അപ്പോൾ പല രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കാം. അതിനനുസരിച്ച് എല്ലാവരും പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. അടുത്ത ദിവസം എന്താണ് നമുക്ക് റിവിഷൻ എക്സാം ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.